ഹലോ ഗെയ്സ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനിപ്പോൾ ചിന്നാറ് നിരപ്പുള്ള നമ്മുടെ അന്തിക്കാട്, അത് ചിന്നാറ് നിരപ്പുള്ളൊരു പള്ളിയിൽ വന്നേക്കുകയാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ പള്ളിയാണ്. ഇത് പണിതിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. നമ്മൾ വന്ന ജീപ്പാണ് അവിടെ കാണുന്നത്. പക്ഷേ ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്രകൃതി സൗന്ദര്യം അതിനെ ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഹൃദയത്തിൽ ഒത്തിരി സ്പർശിച്ച സംഭവമാണ്. ഇപ്പോൾ പുതിയ പള്ളിയാണിത്. ഞാൻ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2:45 സമയത്താണ്. പ്രകൃതി ഇവിടുത്തെ അന്തരീക്ഷം ഏകദേശം ഇതുപോലെയാണ്. അതായത് മൊത്തം ഒരു മഞ്ഞും മഴയും മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമൊക്കെയാണ് പൊതുവെ ഇവിടെ നമുക്ക് ഉള്ള ഒരു അന്തരീക്ഷം. ഞാനിത് പറയാനില്ല, നമ്മുടെ താഴത്തെ പള്ളി, നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മറ്റു നൊവേന ദിവസങ്ങളിലൊക്കെ ഒരു മല കയറി വരുന്നൊരു നമ്മുടെ ഒരു ആചാരം അതൊക്കെ ഉണ്ട്. അതുതന്നെയല്ല, അത്രയും സൗന്ദര്യമുള്ള പ്രകൃതിയുടെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള നമ്മൾ സൗന്ദര്യമുള്ള ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പുതിയ പള്ളി കണ്ടു. പഴയ പള്ളി എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് പുതിയ പള്ളിയിലേക്കുള്ള വഴിയും പഴയ പള്ളിയിലേക്കുള്ള വഴിയും, പഴയ പള്ളി എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു അവിടുത്തെ അന്തരീക്ഷം, അതിൻ്റെ അപ്പുറമുള്ള മെയിനായിട്ട് പറഞ്ഞാൽ പഴയ പള്ളീനെക്കുറിച്ചല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഭയങ്കരമായ കൊക്ക, പല മരണങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു അഗാധതയിലുള്ള കൊക്കയാണ്. കാരണം വേനലിലും അല്ല, മഴക്കാലത്ത് തെന്നിച്ചെറിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് വേനലിൽ അതിലെ വരുന്നൊരു മിക്കവാറും ഈ ഒരു പായൽ, നമ്മുടെ ഈ പാറമേൽ പായൽ വരുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് പഴയ പള്ളി. ആ പായലിൽ തന്നെയാണ് പല മരണങ്ങളും സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇത് പഴയ പള്ളിയാണ്. പഴയ പള്ളിയുടെ അവസ്ഥ കണ്ടോ, ചുറ്റുംപുറം ചെടികളും അതിമനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു പഴയ പള്ളി. പഴയ പള്ളിയിൽ ഞങ്ങൾ പല ചടങ്ങിനും വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഇത് മൊത്തം ചുറ്റി കാണാൻ സമയമില്ല, ഞാൻ അതിനല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇത് പഴയ പള്ളി, പണ്ട് പല മരണാനന്തര ചടങ്ങുകൾക്ക് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കൊക്കയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ മലയാറ്റൂർ അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കുരിശടി കയറി വരുമ്പോൾ ഇവിടെയും ഒരു കുരിശടികളും മറ്റ് സംഭവങ്ങളും ഇവരും അറേഞ്ച് ചെയ്യാറുണ്ട്. കാരണം മലയോര പ്രദേശമാണ്, മലയാണ്, അവിടെ നിന്ന് ഇങ്ങ് കയറി വരാനുള്ള സാധ്യത ഇതുണ്ട്. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന സ്ഥലം, ഇപ്പോൾ ഈ പാറയില്ലേ, മഴ പെയ്ത് കഴിഞ്ഞാൽ തെന്നി തെറിച്ച് കിടണം. ഇവിടെ ഭയങ്കര അപകടകരമായിട്ടുള്ള അന്തരീക്ഷമാണ് മഴ ഉള്ള സമയങ്ങളിൽ. അതായത് ഇതൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ തെന്നിത്തെറിച്ച് പോകുന്നൊരു അന്തരീക്ഷമാണ്. അതാണ് ഞാൻ പ്രധാന. പക്ഷേ ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു കൊക്കയാണിത്. ആ കൊക്കയെ കാണാൻ വന്നൊരു സാഹചര്യമാണ് ഞങ്ങളോടൊന്ന്. ഇത് പഴയ പള്ളിയുടെ ഒരു പുറം ഭാഗമാണ്. ഇതിങ്ങനെ ഓരോ പള്ളി, നമ്മൾ ഈ കുരിശുമല കയറി വരുന്ന ഓരോ അന്തരീക്ഷമാണ് നമ്മൾ കാണിച്ചു വരുന്നത്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരിക. അപ്പോൾ ഈ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഹൈറ്റും ഈ കൊക്കയുടെ ഉയരമൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇതിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. കാരണം അവിടെ നമ്മൾ ബന്ധു തന്നെ പോയി മരിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഇവിടെ അവർ ഒരു ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആവശ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തെറിച്ച് എന്തോ ഇതിൽ പെട്ട് മരിച്ചു പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ. അപ്പോൾ ഇതങ്ങോട്ട് കൂടുതൽ കാണിച്ചു തരാൻ നമുക്കിതിൻ്റെ ആ വ്യാപ്തിയൊന്നും നിങ്ങളൊന്നും പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങോട്ടൊക്കെ വലിയ കൊക്ക പോലുള്ള സംഭവങ്ങളാണ്. വണ്ടർഫുൾ. അപ്പോൾ അത്രയും നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോണേക്കാളും നമുക്കറിയാൻ പാടില്ലാത്ത ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സുന്ദരമായിട്ടുള്ള കുറേ പ്രാന്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമുക്ക് പ്രൊഫഷണലായിട്ടുള്ള വലിയ ഇടുക്കി അങ്ങനെ വലിയ അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ടൂറിസത്തിൽ പെടുന്ന അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ അതിനൊന്നും വലിയ പ്രാധാന്യം നൽകാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്നത് തന്നെയാണ് ഈ സ്ഥലം.
ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കൊക്കേനെ കുറിച്ചൊരു ധാരണ എത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഇനി അങ്ങോട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അങ്ങോട്ട് കണ്ടോ എന്തൊരു ദൂരാന്നറിയോ, അങ്ങോട്ടൊന്ന് ഇറങ്ങി ഇത് കുരിശടി ഇതിലേ കയറി വരുന്നതാണ് കണ്ടോ. അപ്പം നമുക്ക് കണ്ടോ അവിടെ കയറി ഇരുന്നെടുത്ത് ഞാൻ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഈ വ്യൂസ് ഉള്ള നമുക്ക് നമ്മുടെ ആരാധകർക്ക് നമ്മളിത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇത്രയുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മഹത്യാപരമായിട്ട് ഞാൻ മുന്നിട്ടിറങ്ങി അതിന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങളാരും വീഡിയോയിൽ കുറ്റം പറയരുത്. എന്നാലും എൻ്റെ മകൻ പുറകിൽ നിന്ന് വിളിക്കണ്ട അപ്പയെന്നും പറഞ്ഞ്. എന്നാലും കണ്ടോ അതിൻ്റെ ആ വ്യൂ ബ്രോ എനിക്ക് അത്രയും ധൈര്യമില്ല. കണ്ടോ ഇതിൻ്റെ വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ടോ ഇതിൻ്റെ അകത്തേക്ക് മരണം സുനിശ്ചിതമല്ലേ. വീഡിയോ പിടിക്കാനുള്ള സെറ്റുണ്ട്, പടം പിടിക്കാനുള്ള. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കൂട്ടി വ്യത്യസ്തമായിട്ടുള്ള ചെടികളും മറ്റേത് ഇതൊക്കെ പണ്ട് നമ്മൾ ഈ ചെടിയൊക്കെ നമ്മുടെ ഈ മഷിയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലേറ്റൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കണതിൻ്റെ ഒരു വേറൊരു വകഭേദമാണ്. എന്നാലും അതല്ല, എന്നാലും വെറൈറ്റികളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി ചെടിപടലങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ ഗേസ്, ഹാപ്പി.